നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ എന്ന മഹാനടന്റെ മകനായിട്ടും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ. യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവിന്റെ ജീവിതം. ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ ഹിറ്റ് സിനിമകളിലെ നായകൻ കൂടിയാണ് പ്രണവ്. എന്നാൽ താരപ്പകിട്ട് ഒട്ടുമില്ലാത്ത ജീവിതമാണ് പ്രണവിന്റേത്. പ്രണവിന്റെ ലാളിത്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കാറുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലാത്ത താരം യാത്രകൾക്കിടയിലെ ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കാറുള്ളത്. വളരെ വേറിട്ടൊരു ജീവിതമാണ് പ്രണവ് മോഹൻലാലിന്റേത്. അച്ഛന്റെ പേരും പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ലളിതമായ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച മകൻ. യാത്രകളോടും പുസ്തകങ്ങളോടുമാണ് പ്രണയം. ഈ രണ്ട് കാര്യത്തിനും വേണ്ടിയുള്ള പണത്തിന് വേണ്ടിയാണ് ഇടയ്ക്ക് സിനിമകൾ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും യാത്രകളാണ്. ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഫോട്ടോകൾ പങ്കുവെക്കുമ്പോഴാണ് ഏതോ മലയുടെ മുകളിലാണ് താരപുത്രൻ എന്ന് ആരാധകർ അറിയുന്നത്. ഒറ്റയ്ക്ക് ചെലവ് ചുരുക്കി യാത്ര ചെയ്യുക എന്നത് പ്രണവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അഭിമുഖങ്ങളിലോ സിനിമാ പ്രമോഷൻ പരിപാടികളിലോ ഒന്നും പ്രണവ് എത്താറില്ല. തന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കവിതാ സമാഹാരത്തിന്റെ കവർ താരപുത്രൻ പങ്കുവച്ചിരുന്നു. ലൈക്ക് ഡെസേർട്ട് ഡൂൺസ് എന്നാണ് കവിതാ സമാഹാരത്തിന്റെ പേര്. ഞാൻ എന്റെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന അടിക്കുറിപ്പോടെയാണ് പ്രണവ് കവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ എന്നാണ് പുറത്തിറക്കുക എന്നോ മറ്റുള്ള വിശദാംശങ്ങൾ പോസ്റ്റിൽ പങ്കുവച്ചിട്ടില്ല. വൈകാതെ തന്നെ കവിതാ സമാഹാരം പുറത്തിറക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇപ്പോഴത്തെ അതിമനോഹരമായ ഒരു കവിത പങ്കുവച്ചിരിക്കുകയാണ് പ്രണവ്. വിരിയുന്നതിന് മുന്നേ ചിലർ പിച്ചി ചീന്തുന്ന ഒരു പൂവിനെ ഒരുവളായി ഉപമിച്ചെഴുതിയിരിക്കുകയാണ് കവിത. ഇംഗ്ലീഷ് കാവ്യഭാഷയാണ് പ്രണവ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജുമായി താരതമ്യപ്പെടുത്തിയാണ് ചില കമന്റുകൾ വന്നിരിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. അച്ഛനോട് ഇങ്ങനെയൊന്നും പറയരുത്. ഒന്നും മനസ്സിലായില്ല, പക്ഷെ മനസ്സിലായതുപോലെ ഇരുന്നേക്കാം. എന്താണ് കവി ഉദ്ദേശിച്ചത്? പണ്ഡിതനാണെന്ന് തോന്നുന്നു. പുള്ളി ചെകുത്താനെ തെറി പറഞ്ഞതാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. നേരത്തെ പ്രണവിന്റെ സഹോദരി വിസ്മയ എന്ന മായയും പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗെയിംസ് ഓഫ് ദി ഡസ്റ്റ് എന്നതായിരുന്നു പെൻഗ്വിൻ ബുക്സ് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര്. ചിത്രരചനയും എഴുത്തുമാണ് വിസ്മയയുടെ ലോകം. ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി വിസ്മയയും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. അച്ഛനെ പോലെ തന്നെ മൾട്ടി ടാലന്റ് ആണ് പ്രണവും. സോഷ്യൽ മീഡിയ പേജ് നിറയെ യാത്രകളിൽ താൻ കണ്ട കാഴ്ചകളുടെ ചിത്രങ്ങളാണ്. ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധപ്രകാരമാണ് നായകനായി രണ്ടാം വരവ് നടത്തിയത്. അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മരക്കാർ, അറബിക്കടലിന്റെ സിംഹത്തിന് ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു. പ്രണവിന്റെ അഭിനയം ഏറെ മെച്ചപ്പെട്ടുവെന്നും പ്രേക്ഷകർ കുറിക്കാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ. സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു. 2018 പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന സിനിമയിൽ നായകനായി പ്രണവ് വേഷമിട്ടത്. സിനിമാ ജീവിതം തുടങ്ങി വർഷങ്ങൾ ഇത്ര കടന്നു പോയിട്ടും ഇന്നേ വരെ ഒരു അഭിമുഖത്തിലും പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വളരെ വിരളമായി മാത്രമാണ് താൻ നായകനായ സിനിമകളുടെ ഓഡിയോ ലോഞ്ചിൽ പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അന്ന് ഒന്ന് രണ്ട് വാക്കിൽ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. വളർന്നതെല്ലാം ചെന്നൈയിലായതുകൊണ്ട് തന്നെ മലയാളം എഴുതാൻ പ്രണവിന് കൃത്യമായി അറിയില്ലെങ്കിലും ഇന്നേ വരെ ചെയ്ത സിനിമകൾക്കെല്ലാം പ്രണവ് തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത്.